ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മിഡീവൽ ഇന്ത്യ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. മലയാളം മീഡിയം ക്ലാസ്സുകാർക്ക് വേണ്ട മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗം നമ്മൾ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക, STD7 ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതില്ലെങ്കിൽ STD7 സോഷ്യൽ സയൻസ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്താലും മതി. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് അഡ്മിഷൻ വേണ്ടവർ, അതായത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അനിയത്തിയോ അനിയനോ ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ 1-2 ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട കേരള സിലബസിന്റെ ക്ലാസ്സുകൾ നമ്മൾ പുതിയൊരു ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. എജ്യൂമേറ്റ് 2.0 എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പടം തുടങ്ങുന്ന സമയത്ത് 2 ചിത്രങ്ങൾ കണ്ട മക്കളെ. ആദ്യത്തെ ഫിഗർ ചെങ്കോട്ടയുടെ ഫിഗറാണ്, അതായത് നമ്മളുടെ റെഡ് ഫോർട്ട് ഉണ്ടല്ലോ അതിന്റെ ഫിഗറാണ്. സെക്കൻഡ് ഫിഗർ വരുന്നത് ഹംപിയുടെ പിക്ചർ ആണ്. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ അബവ്. ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലൈക്സ് ഓഫ് 2 കിങ്ഡം ദാറ്റ് റൂൾഡ് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യ ഭരിച്ചിരുന്ന 2 രാജ്യങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകളാണ് ഇത് രണ്ടും. യു മേ ബി ഫെമിലിയർ ഫസ്റ്റ് വൺ. We have seen our Prime Minister hoisting the national flag here on Independence Day. The first figure is the Red Fort built in Delhi during the reign of Mughal Emperor Shah Jahan. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എല്ലാവർക്കും പരിചിതമായിട്ട് ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രൈം മിനിസ്റ്റർ ഉയർത്തുന്നത്, പതാക. മുഗൾ ഭരണം നടത്തിയിരുന്ന രാജാവായിരുന്ന ഷാജഹാന്റെ പണി കഴിപ്പിച്ചതാണ് ഈ റെഡ് ഫോർട്ട്. ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംപി, ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. ആ കാലയളവിൽ തന്നെ, അതായത് ആ മധ്യകാലത്തെ ഷാജഹാൻ ഭരിച്ചിരുന്ന ആ കാലത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാര് അവിടെ വിജയനഗരം എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവര് പണി കഴിപ്പിച്ചതാണ് ഹംപി. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദീസ് 2 കിങ്ഡംസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പൊ ഈ പാഠഭാഗത്ത് നമ്മൾ മുഗൾ ഭരണത്തെ കുറിച്ചും അതുപോലെ വിജയനഗര ഭരണത്തെ കുറിച്ചും ഈ 2 എംപററിനെ കുറിച്ചാണ്, ഈ 2 കിങ്ഡത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് മുഗൾ റൂൾ. ബാബർ എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ ഇൻ 1526. ദ മുഗൾസ് ഇൻ ഇന്ത്യ till 1857 with Delhi as their. 1526 ബാബറാണ് മുഗൾ ഭരണം കൊണ്ടുവന്നത്. അതുപോലെ 1857 വരെ അവരെ ഡൽഹി ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്നു. ഡു യു നോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ്? മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ പേരുകളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ആദ്യം ബാബർ 1526 മുതൽ 1530 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹുമയൂൺ 1530 മുതൽ 1540 വരെയും, അതുപോലെ 1555 മുതൽ 56 വരെയുമാണ്. പിന്നെ അക്ബർ 1556 മുതൽ 1605 വരെ. ദെൻ ജഹാംഗീർ 1605 മുതൽ 1627 വരെ. പിന്നെ ഷാജഹാൻ 1628 മുതൽ 1658 വരെ. അവസാനമായിട്ട് ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. യു മേ ഹാവ് ഐഡന്റിഫൈ ദ ഇമ്പോർട്ടന്റ് മുഗൾ റൂളേഴ്സ് ഫ്രം ദ പിക്ചർ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സിനെ മനസ്സിലായി. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരാണ്. താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. കളക്ട് പിക്ചേഴ്സ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തിട്ട് ആൽബത്തിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. The Mughals had a very vast kingdom. In addition to today's India, the Mughal rule had spread to the neighboring countries also. മുഗൾ രാജവംശത്തിലെ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് രാജ്യത്ത് വളരെ വിശാലമായിട്ടുള്ള രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഇന്ത്യ കൂടാതെ തൊട്ട് അടുത്തുള്ള അയൽ രാജ്യങ്ങളിലേക്കും അവരുടെ ഭരണം വ്യാപിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു പിക്ചർ, ഭൂപടം, മാപ്പ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ദ മുഗൾ കിങ്ഡം അണ്ടർ ഔറംഗസേബ്. ഔറംഗസേബിന്റെ കീഴിൽ ഉണ്ടായിരുന്ന മുഗൾ കിങ്ഡത്തിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. Observe the map, find and list out the existing countries where the Mughals had extended their rule. മാപ്പ് നോക്കിയിട്ട് മുഗൾ കിങ്ഡത്തില് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതണം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇന്ത്യ കൂടാതെ കേട്ടോ, ഇത്രയും ഈ 4 രാജ്യങ്ങളിലേക്ക് കൂടെ ഈ മുഗൾ കിങ്ഡം വ്യാപിച്ചിരുന്നു. ദ മുഗൾസ് ആൻഡ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി മുഗൾസും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം.
The name Mughal is derived from the term Mongol. മംഗോൾ എന്നുള്ള വേർഡിൽ നിന്നാണ് മുഗൾ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. Babur, the founder of the Mughal kingdom, was the descendant of the Turkish ruler Timur, paternal way, and the Mongol king Genghis Khan, maternal way. നമുക്കറിയാം മുഗൾ ഫൗണ്ടർ ആരായിരുന്നു? മുഗൾ കിങ്ഡത്തിന്റെ ഫൗണ്ടർ ബാബർ ആയിരുന്നു. ഈ ബാബർ എന്താണ്, പിതാവിന്റെ വഴി തുർക്കിഷ് ഭരണാധികാരിയായിരുന്ന തിമൂർ എന്ന് പറയുന്ന രാജാവിന്റെ പിതാവ് വഴിയും അതുപോലെ മാതാവ് വഴി എന്താണ് മംഗോൾ രാജാവായിരുന്ന ഗംഗീസിന്റെയും എന്തായിരുന്നു പിൻഗാമിയായിരുന്നു. ഇറ്റ് വാസ് ദ യൂറോപ്യൻസ് ഹു സ്റ്റാർട്ടഡ് അഡ്രസ്സിംഗ് ദിസ് ഡിനാസ്റ്റി ആസ് മുഗൾ ഡ്യൂറിംഗ് ദ 16th സെഞ്ചുറി. അങ്ങനെ 16ാമത്തെ സെഞ്ചുറിയിൽ യൂറോപ്യൻസ് ആണ് മുഗൾ എന്ന് ഇവർക്ക് പേര് കൊടുത്തത്. ഇൻ 1526 ഇബ്രാഹിം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോധി ഡിനാസ്റ്റി, ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബൂൾ, ഫോർട്ട് അറ്റ് പാനിപ്പത്ത് ഇൻ ഹരിയാന. അങ്ങനെ 1526 ലോധി ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും അവസാനത്തെ റൂളറായിരുന്നു ഇബ്രാഹിം ലോധിയും അതുപോലെ ബാബറും തമ്മിൽ ഹരിയാനയിലുള്ള പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഇസ് റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അപ്പൊ ചരിത്രത്തിൽ ഇതിനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നാണ് പറയുന്നത്. ബാബർ ലെഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ദിസ് വിക്ടറി. ഇതിൽ ബാബർ ആയിരുന്നു ഈ യുദ്ധത്തിൽ വിജയിച്ചത്. ഇതുവഴിയാണ് ഇന്ത്യയിൽ ഭരണാധികാരിയായിട്ട് ബാബർ മാറിയത്. എംപറർ അക്ബർ who shook the east passed away. Akbar was indeed a great emperor. Even while having great command over his subjects, they all loved him, respected him, and was always submissive to him. He administered equal justice without any distinction of high-low caste, familiar, unfamiliar. He considered Hindu, Christian, Muslims alike. He treated the strong with force and the weak with mercy. He was loved by all. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ തിരോധാനത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അക്ബർ കിഴക്കിനെ വിറപ്പിച്ച അക്ബർ എന്താണ് നിര്യാതനായിരിക്കുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു? നല്ലൊരു ഭരണാധികാരിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ല ആജ്ഞാശക്തി അദ്ദേഹത്തിനുണ്ടെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, അദ്ദേഹം എല്ലാവരോടും തുല്യനീതിയിലും അതുപോലെ ഉയർന്നവർ താഴ്ന്നവർ എന്നോ അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവർ താഴ്ന്നവർ എന്നോ അതുപോലെ പരിചിതർ അപരിചിതർ എന്നോ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം നീതി നിർവഹണം നടത്തിയത്. പിന്നെ അതുപോലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരെയും എല്ലാ മതക്കാരെയും അദ്ദേഹം ഒരുപോലെ തന്നെ കണ്ടു. ശക്തരോട് കരുത്തോടു കൂടിയിട്ടും അശക്തരോട് കരുണയോടു കൂടിയിട്ടും ആയിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. അങ്ങനെയുള്ള അക്ബർ എന്താണ്, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്നു. This is an obituary written by the Jesuit priest Pierre Jerick after the death of Emperor Akbar. അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം എന്താണ് ജസ്യൂട്ട് പാതിരിയായിട്ടുള്ള പിയറി ജെറിക് എഴുതിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ അബവ് നോട്ട്? മുകളിൽ നിന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ഈ നോട്ടിൽ നിന്ന് അക്ബറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അക്ബർ വാസ് എ പവർഫുൾ റൂളർ. വളരെയധികം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഹി അഡ്മിനിസ്റ്റേർഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. അദ്ദേഹം ഉയർന്ന താഴ്ന്ന ജാതി വ്യത്യാസമില്ലാതെ പരിചിതർ അപരിചിതർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കി. ഹി കൺസിഡർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അലൈക്ക്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ മതക്കാരെയും ഒരുപോലെ തന്നെ കണ്ടു. He treated the strong with force and the weak with mercy. ശക്തരോട് കരുത്തോട് കൂടിയിട്ടും അശക്തരോട് കരുണയോട് കൂടിയിട്ടും അദ്ദേഹം പെരുമാറി. In 1575, അക്ബർ built ഇബാദത്ത് ഖാന in his new capital, ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിന്റെ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ക്യാപിറ്റലിലെ പുതിയ തലസ്ഥാനത്ത് അക്ബർ 1575 ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. വിവിധ മതങ്ങളിലുള്ള പണ്ഡിതരും പ്രമുഖരും ഒക്കെ ഇവിടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയിരുന്നു. അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുതയെ കുറിച്ചാണ് ഈ ഇബാദത്ത് ഖാന, അദ്ദേഹത്തിന്റെ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഇബാദത്ത് ഖാന മാറുന്നുണ്ട്. Akbar created Din Ilahi, his visionary religion, by combining the good aspects of all religions. Peace to all, or Sun Equal, is the core of this vision. He aimed to clarify the idea that all visions are for the welfare of human beings.
എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അക്ബർ ഉണ്ടാക്കിയെടുത്ത പുതിയൊരു ആസ്പെക്ട് ആയിരുന്നു, റിലീജിയസ് ആസ്പെക്ട് ആയിരുന്നു ദിൻ ഇലാഹി. അതിന്റെ ഉൾക്കാമ്പ് അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഉൾക്കാമ്പ് എന്തായിരുന്നു? പീസ്, സമാധാനം, അഥവാ സുൽ ഇക്കുൽ എന്നതായിരുന്നു. എല്ലാ മതങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു മെസ്സേജ് മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അക്ബർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. The abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. People from all sects were treated equally in all spheres of the Mughal rule. Raja Todarmal, Raja Mansingh, Raja Bhagavan Das, and Birbal were prominent among those who held high positions in the royal court of Emperor Akbar. അപ്പോ ഈ സാധാരണക്കാർക്കിടയിൽ മാത്രമായിരുന്നില്ല അന്നത്തെ കാലത്ത് അക്ബർ ചക്രവർത്തി നികുതി ഈടാക്കിയിരുന്നത്. പകരം ഭരണത്തിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാവരിൽ നിന്നും നികുതി ഈടാക്കിയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ ഇരിക്കുന്നവരിൽ നിന്ന് നികുതി ഈടാക്കുന്നതിനെ ജസിയ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സെക്ടറിലുള്ള ആളുകളെയും തുല്യ ആളുകളായിട്ട് തുല്യ പരിഗണനയോട് കൂടിയിട്ട് അക്ബർ കണക്കാക്കി എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന രാജസദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആരൊക്കെയാണ്? രാജ തൊഡർമാൾ, രാജ മൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? മെയിൻ നോട്ട്സ്. ഇബാദത്ത് ഖാന അക്ബർ പണി കഴിപ്പിച്ചത് എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു? In 1575, Akbar built Ibadat Khana in his new capital, Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. ആ ഒരു വേർഡാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, റിലീജിയസ് ടോളറൻസ്. അക്ബറിന്റെ മതസഹിഷ്ണുതയാണ് ഇത് കാണിക്കുന്നത്. Mughal Sultan Jahangir recorded in his memoir Tusuk-e-Jahangiri that Akbar had ordered his followers, "My followers should not waste time in enmity with other religions. Let the concept of sulhikul, that means peace to all, be applied to all belonging to other religions. Do not kill animals or take up arms except in times of war." മുഗൾ ഭരണാധികാരിയായിരുന്ന ജഹാംഗീർ അദ്ദേഹത്തിന്റെ മെമ്മയർ ആയിട്ടുള്ള തുസൂക്കി ജഹാംഗീരി എന്നുള്ള പുസ്തകത്തിൽ അക്ബറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഈ തന്നിട്ടുള്ളത്. അക്ബർ ചക്രവർത്തി തന്റെ അനുയായികളോട് പറയുമായിരുന്നു, എന്റെ ആളുകള് മതത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വർത്തിക്കരുത്. എല്ലാ മതക്കാർക്കിടയിലും സുല്ലേക്കുൽ, ദാറ്റ് മീൻസ് പീസ് ടു ഓൾ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കണം, ദർശനം പരത്തണം. പിന്നെ അതുപോലെ മൃഗങ്ങളെ അനാവശ്യമായി കൊല്ലുകയോ യുദ്ധസമയത്തല്ലാതെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. Based on this statement, how much did Akbar's policies help in maintaining religious tolerance among different sections of the people? Organize a class discussion. വ്യത്യസ്ത മതക്കാർക്കിടയിൽ അക്ബറിന്റെ ഓരോ പ്രവർത്തികളും എത്രത്തോളം മതസഹിഷ്ണുത പുലർത്താൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു ചർച്ച ക്ലാസ്സിൽ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് സുല്ലിക്കുലും അതുപോലെ ഇബാദത്ത് ഖാനയും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത് നോക്കൂ, ദ മുഗൾ ആർമി. മുഗൾ ആർമിയെ കുറിച്ചാണ് നോക്കുന്നത്. ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ്, എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. Mansabdari was the military system implemented by Akbar for this purpose. According to this system, each officer had a regiment under him. The title Mansab refers to the number of cavalry each officer is required to maintain. The rank of the Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdars were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. The support of the nobles and the military was necessary to carry forward the regime strongly. Mansabdari system was implemented to achieve this objective. അപ്പൊ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? മുഗൾ കിങ്ഡത്തില് മൻസബ്ദാരി സമ്പ്രദായമായിരുന്നു അവരുടെ സൈന്യത്തിന്റെ കാര്യത്തിൽ, അതായത് ആർമിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ആ കാലഘട്ടത്തില് നമ്മളുടെ രാജ്യം വിപുലമാക്കുന്നതിനും അതുപോലെ എക്സ്പാൻഡ് ചെയ്ത രാജ്യം നിലനിർത്തുന്നതിനും മുഗൾ രാജാക്കന്മാർക്ക് ശക്തമായിട്ടുള്ള ഒരു സൈന്യം ആവശ്യമായിട്ട് വന്നു.
ഇതിനു വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ ആർമി ആയിരുന്നു മൻസബ്ദാരി. മൻസബ്ദാരി എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു റെജിമെന്റ് ഉണ്ടായിരിക്കും, അതായത് ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഓഫീസറും നിലനിർത്തേണ്ട കാവൽറി, അതായത് നമ്മുടെ കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസബ്ദാർക്ക് പദവി നിശ്ചയിച്ചിരുന്നത്. നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് അവർ ഈ സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു രീതി നടപ്പിലാക്കിയത്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഓരോ ഭൂമി കൊടുക്കുകയും ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്ത നികുതിയാണ് മൻസബ്ദാർ തന്റെ സൈന്യം നിലനിർത്താനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഇങ്ങനെ ഭരണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ വലിയ പ്രമുഖരുടെയും സൈനികരുടെയും ഒക്കെ പിന്തുണ ആവശ്യമായിട്ട് വന്നു. ഈ ലക്ഷ്യം കൈവരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ മൻസബ്ദാരി സിസ്റ്റം ഓഫ് ദ മുഗൾസ്. മുഗൾസിന്റെ മൻസബ്ദാരി സിസ്റ്റത്തെ കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുക. നിങ്ങൾക്ക് ചർച്ച സംഘടിപ്പിക്കാം. ഞാൻ അതിന് വേണ്ട പോയിന്റ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. During the Mughal period, a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. Mansabdari was the military system implemented by Akbar for this purpose. According to this system, each officer had a regiment under him. The title Mansab refers to the number of cavalry each officer is required to maintain. The rank of the Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdars were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. The Mughal administration. ഇനി മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. Let us see the measures adopted for administrative convenience during the Mughal period. മുഗൾ ഭരണ സമയത്ത് ഭരണം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് രാജ്യത്തെ ആളുകളെ എന്നല്ല, എന്താ പറയാ, ഗ്രാമങ്ങളും പ്രവിശ്യകളും ഒക്കെ ആക്കി വിഭജിക്കുന്നത് പോലെ ആക്കിയിട്ട് വിഭജിച്ചിരുന്നു. കുസുബ, സർക്കാർ, പർഗാന, ഗ്രാമ ഇങ്ങനെയായിരുന്നു വിഭജിച്ചിരുന്നത്. It was during Akbar's regime in Mughal rule that such an administrative order, that means structure, was effectively formed. മുഗൾ ഭരണത്തില് അക്ബർ ചക്രവർത്തിയുടെ സമയത്താണ് ഇത്തരത്തിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ദ എംപറർ വാസ് ദ സൊവേറിയൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും അതുപോലെ അന്തിമ ന്യായാധിപനും നിയമനിർമ്മാതാവും ഒക്കെ ആ ചക്രവർത്തി തന്നെ ആയിരുന്നു. During the Mughal period, there were no separate court for the administration of justice as today. Instead, local religious scholars means Ghazi investigate and adjudicated disputes. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. Ministers and heads of departments were appointed to advise the king on administrative matters. മുഗൾ ഭരണകാലത്തിൽ നീതി ന്യായ നിർവഹണത്തിനായി ഇന്ന് ഉള്ളതുപോലെ ഒരു പ്രത്യേകതരം ജുഡീഷ്യറി കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് ലോക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയപരമായിട്ടുള്ള പല മതപണ്ഡിതന്മാർ, അവരെ ഗാസി എന്നായിരുന്നു വിളിച്ചിരുന്നത്, അവരായിരുന്നു ഓരോ തർക്കങ്ങളിലും അന്വേഷണം നടത്തി അതിന് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ എന്തെങ്കിലും വിയോജിപ്പുള്ളവർക്ക് അല്ലെങ്കിൽ അതൃപ്തി ഉള്ളവർക്ക് എംപററോട്, ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരം ഉണ്ടായിരുന്നു. എല്ലാ ഭരണകാര്യങ്ങളിലും രാജാവിന് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരെയും അതുപോലെ അതത് വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെയും നിയമിച്ചിരുന്നു. ഈ ചിത്രത്തിൽ നമുക്ക് അക്ബർ ചക്രവർത്തി ദിവാനി ഖാസിയിൽ ആളുകളുടെ പരാതി കേൾക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. Socio-economic status. European travelers and traders who visited India at that time recorded about the society during the Mughal rule. A feudal social system existed at that time. The society was divided into different stratas. മുഗൾ ഭരണകാലത്ത് അന്നത്തെ സമൂഹത്തെ കുറിച്ച് ആ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ അവരുടെ യാത്രാ വിവരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യയിൽ ഒരു ഫ്യൂഡൽ സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സോഷ്യൽ ഒരു വ്യവസ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത്. സമൂഹത്തെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. The common man was at the bottom of society with the king at the top.
Standard of living of the people depends on wages and income. Most of the people were farmers. Caste system existed among them. Each caste had its own customs and rituals. Tavernier, a French traveler who visited India during the Mughal period, recorded the social conditions and lifestyle of the people at that time. There existed wide differences in the way of life, food habits, and clothing of people from place to place. Babar, in his memoirs, recorded the labor system and caste system prevalent in India during those days. നമ്മൾ പറഞ്ഞു മുഗൾ ഭരണകാലത്ത് ഒരു ഫ്യൂഡൽ സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. അന്ന് സാധാരണക്കാര് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിലും രാജാവ് പരമോന്നതിയിലും ആയിരുന്നു. അതുപോലെ ആളുകള് അവരുടെ ജീവിത രീതി അവർക്ക് കിട്ടുന്ന വരുമാനത്തിനും ശമ്പളത്തിനും ഒക്കെ അനുസരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അധിക ആളുകളും കർഷകരായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ നിലനിന്നിരുന്നു. ഓരോ കാസ്റ്റിലും അവരുടേതായിട്ടുള്ള റിച്വൽസും കസ്റ്റംസും സംസ്കാര രീതികളും ഒക്കെ ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മുഗൾ ഭരണ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ടവർണിയർ അന്നത്തെ ഇന്ത്യയിലുള്ള ജീവിത രീതിയെക്കുറിച്ചും സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ബാബർ തന്റെ മെമ്മയറായിട്ടുള്ള പുസ്തകത്തിലും അന്നത്തെ ഇന്ത്യയിൽ തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ജാതിപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ എന്താണ് വിവേചനങ്ങൾ നേരിട്ടിരുന്നു. Agra and Fatehpur Sikri were larger than the city of London and was always bustling with people. The 12-mile distance between these cities were filled with markets selling food and other items all along the way. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ആഗ്രയും ഫത്തേപൂർ സിക്രിയും എന്തായിരുന്നു? ലണ്ടനേക്കാട്ടിലും വലിയ നഗരങ്ങളായിരുന്നു. അതും ജനനിബിഡമായിട്ടുള്ള നഗരങ്ങളായിരുന്നു. ഈ രണ്ട് സിറ്റികളും തമ്മിൽ ഏകദേശം 12 മൈൽ ദൂരം ഉണ്ടായിരുന്നു. ഈ സിറ്റിയിലൊക്കെ എന്താണ് ഉടനീളം ആളുകള് ഭക്ഷണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. Above is the description of two cities in India by Ralph Fitch, an Englishman who visited India during the Mughal period. From this description, you can understand the economic progress we had achieved during the Mughal rule. Agricultural achievements were the basis for this economic process. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ഇംഗ്ലീഷുകാരനായിട്ടുള്ള റാൽഫ് ഫിച്ച് ഇന്ത്യ സന്ദർശിച്ച സമയത്ത്, മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മുകളിൽ തന്നിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്റെ ആഗ്രയും ഫത്തേപൂർ സിംഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലണ്ടനേക്കാട്ടിലും കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തറിയാം. കൂടാതെ അത്രയും സ്ഥലത്ത് എന്താണ് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇന്ത്യ അത്രത്തോളം എക്കണോമിക് പ്രോഗ്രസ് കൈവരിച്ച ഒരു കാലഘട്ടമാണ് അത് എന്ന് പറയാൻ പറ്റും. സാമ്പത്തിക സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും എന്താണ് കച്ചവടക്കാരൊക്കെ ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോഗ്രസിന് കാരണം അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് ആയിരുന്നു. കാർഷികപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. Rice, wheat, barley, sugarcane, cotton, and oilseeds were the major agricultural products of that time. Abul Fazl, in his book Aini Akbari, recorded that Indians cultivated different varieties of rice. The farmer was not evicted from the lands as long as he paid the tax. അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകൾ റൈസ്, വീറ്റ്, ബാർലി, പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ, കരിമ്പ്, കോട്ടൺ, ഓയിൽ സീഡ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ അബുൽ ഫസൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമായിട്ടുള്ള എനി അക്ബറിയിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഇന്ത്യയിൽ അക്കാലത്ത് വ്യത്യസ്ത തരത്തിലുള്ള അരികൾ കൃഷി ചെയ്തിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഫാർമർ എത്രത്തോളം കാലം അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കാൻ പറ്റുമോ, പാട്ടം അടയ്ക്കാൻ പറ്റുമോ, അത്രത്തോളം കാലം അദ്ദേഹത്തിന് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആരും ആട്ടിപ്പായിക്കുമായിരുന്നില്ല. The use of technology and new tools enriched the agricultural sector during the Mughal period. The Persian wheel and canals were widely used for irrigation. അന്നത്തെ കാലത്ത് കാർഷികപരമായിട്ടുള്ള മേഖലയിൽ ഉണ്ടായിരുന്ന ടെക്നോളജികളുടെ വളർച്ച വളരെയധികം മുഗൾ പീരീഡിൽ അന്നത്തെ കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രവും അതുപോലെ കനാലുകളും ഉപയോഗിച്ചിരുന്നു. ഇനി ആരാണ് അബുൽ ഫസൽ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്? അബുൽ ഫസൽ വാസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിംഗ് ദ മുഗൾ ഇറ. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രാഫർ. ഹി ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്സ് എനി അക്ബറി ആൻഡ് അക്ബർനാമ. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അബുൽ ഫസൽ. അക്ബറിന്റെ അഡ്വൈസറും അതുപോലെ ബയോഗ്രാഫർ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങളുടെ പേരും അവിടെ തന്നിട്ടുണ്ട്.
Increased agricultural productivity, accelerated trade and urbanization. Gujarat was the gateway of foreign goods. The main export items were textiles, muslins, sugar, and rice. Water transport made significant progress during this period. The major cities of this period were Dhaka, Murshidabad, Surat, Lahore, Agra, etc. അപ്പോൾ അന്നത്തെ കാലത്ത് കൃഷിയിൽ എന്താണ് ഉണ്ടായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി, അതായത് വിളകളുടെ വർധനവ് എന്താണ്, urbanization-നെയും ട്രേഡിനെയും, അതായത് കച്ചവടത്തെയും പിന്നെന്താ നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി, ആക്സലറേറ്റ് ചെയ്തു, വർദ്ധിപ്പിച്ചു, കൂട്ടി. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. എന്താ വിദേശ വസ്തുക്കളുടെ എന്താണ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു. അതായത് അവിടെ ആയിരുന്നു ഇമ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മൾ കടത്തിവിട്ടിരിക്കുന്ന മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസും മസ്ലിനും ഷുഗറും റൈസുമായിരുന്നു. അതുപോലെ അന്നത്തെ കാലത്ത് ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട് വളരെയധികം പ്രോഗ്രസ് നേടി, പുരോഗതി പ്രാപിച്ചു. അന്നത്തെ കാലത്തെ പ്രധാന സിറ്റികളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ് നൗ. താഴെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാന മുഗൾ സിറ്റീസ് ഉണ്ടല്ലോ, അതിപ്പോ ഏതൊക്കെ കൺട്രികളിലാണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എഴുതണം. അപ്പൊ ധാക്ക സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശാണ്, മുർഷിദാബാദ് ഇന്ത്യയിലാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. കൾച്ചറൽ ഇന്റഗ്രേഷൻ. ഇനി മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാംസ്കാരികപരമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹാവ് യു നോട്ടീസ് ദ പിക്ചർ? ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദ മുഗൾ ഇറ. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാറാ സുക്കോ, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. This is an example of the Mughals blending with Indian culture. Such blending of cultural took place in many regions. Let us have a look at some examples of such cultural integration. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഷാജഹാന്റെ മകനായിട്ടുള്ള ദാറാ ഷുക്കോ ആണ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് കൂടിച്ചേർന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇത്തരത്തിൽ പല മേഖലകളിലും ഇത്തരമൊരു കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. The Taj Mahal, Agra Fort and Red Fort are examples of the fusion of Indian architectural style with the Persian style brought here by the Mughals. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. Hindustani music also originated as a result of this synthesis. അപ്പൊ അത്തരം കൂടിച്ചേരലിന് ഉദാഹരണങ്ങളാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് തുടങ്ങിയിട്ടുള്ള സ്മാരക വസ്തുക്കളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റൈലിനോട് യോജിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ മുഗൾസ് പേർഷ്യൻ മായിട്ട് കൂട്ടി ഇണക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുതിയൊരു ഫ്യൂഷൻ ഓഫ് ലാംഗ്വേജ് ആയിരുന്നു ഉറുദു, അതായത് പേർഷ്യനും ഹിന്ദിയും കൂടെ കൂട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ദ മുഗൾ ഇറ വിറ്റ്നസ്ഡ് സിമിലർ ടൈപ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ യുഗത്തിൽ ഇത്തരത്തിലുള്ള ഒത്തിരി ഇന്റഗ്രേഷൻസിലൂടെയാണ് അന്നത്തെ ജീവിതം കടന്നുപോയത്. മുഗൾ റൂളിനെ കുറിച്ച് അത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തതാണ് ദ വിജയനഗര റൂൾ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ മുഗൾ ഡിനാസ്റ്റി ദാറ്റ് റൂൾഡ് ഡൽഹി ഡ്യൂറിംഗ് ദ മിഡീവൽ പീരിയഡ്. ഡിഫറെന്റ് ഡിനാസ്റ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ദ മോസ്റ്റ് പ്രൊമിനന്റ് എമംഗ് ദം വാസ് ദ വിജയനഗര കിങ്ഡം. ഇപ്പൊ മുഗൾ ഡിനാസ്റ്റി ഡൽഹിയിലായിരുന്നു ആ മിഡീവൽ പീരിയഡിൽ ഉണ്ടായിരുന്ന ഒരു കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കിങ്ഡം ആയിരുന്നു വിജയനഗര. ഒരുപാട് കിങ്ഡംസ് ഉണ്ടായിട്ടുണ്ട്, അതിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത് വിജയനഗര കിങ്ഡം ആണ്. വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര ദാറ്റ് മീൻസ് സിറ്റി ഓഫ് വിക്ടറി. ആ വിജയനഗര എന്നതിന്റെ വേർഡ് മീനിങ് ആണ് സിറ്റി ഓഫ് വിക്ടറി, വിജയങ്ങളുടെ സിറ്റി എന്നുള്ളത് കേട്ടോ. വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. The city was destroyed in 1565 CE and remained only in the minds of the people. It remained in their popular memory as Hampi. The ruins of Hampi were discovered in 1800 by Colonel Maxey, an English East India Company officer. This discovery drew the attention of the researchers ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗരം. അപ്പൊ വിജയനഗര സിറ്റി എന്താണ്? ഒരു സിറ്റിയുടെ പേരും ഒരു കിങ്ഡത്തിന്റെ പേരുമാണ്. CE 1565 ഈ സിറ്റി ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആളുകളുടെ മനസ്സിൽ മാത്രമായിട്ട്, ശേഷിപ്പ് മാത്രമായിട്ട് ഇത് മാറി. ഇത് ഇന്നത്തെ കാലത്ത് ഹംപി എന്നുള്ള പേരിൽ ഒരു മെമ്മറബിൾ സംഭവമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്മാരകമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്.
ഈ ഹംപിയുടെ റൂയിൻസ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ചത് 1800 കൊളോണൽ മാക്കൻസി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസറാണ്. ഈ റൂയിൻസിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് റിസർച്ചേഴ്സിന് ഇങ്ങനെ ഒരു നഗരം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കിങ്ഡം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷമാണ് അവർ റിസർച്ചേഴ്സ് തുടങ്ങിയത്. നമുക്കിവിടെ കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ഈ വിജയ നഗരത്തിന്റെ എന്തായിരുന്നു, ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള വിജയനഗര എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്ന പിക്ചറാണ് കേട്ടോ ഈ മാപ്പിൽ തന്നിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് ദ പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ അബവ് മാപ്പ്. അപ്പൊ ഈ മാപ്പിൽ കാണുന്ന ഏതൊക്കെ സ്റ്റേറ്റുകളിലേക്ക് വിജയനഗര സിറ്റി ഇന്നത്തെ ഇന്ത്യയിലുള്ള ഏതൊക്കെ സ്റ്റേറ്റുകളിലേക്കൂടെ വ്യാപിച്ചു കിടന്നിരുന്നു എന്ന് എഴുതണം. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപിച്ചു കിടന്നിരുന്നത്. ഇനി വിജയനഗര കിങ്ഡത്തിലെ രാജാക്കന്മാരുടെ പേര് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, സംഗമ ഡിനാസ്റ്റിയിലുള്ള രാജാവാണ് ഹരിഹര ബുക്ക, രണ്ടുപേരും. പിന്നെ സാലുവ ഡിനാസ്റ്റി നരസിംഹ സാലുവ, തുളുവ ഡിനാസ്റ്റി വീര നരസിംഹ കൃഷ്ണദേവരായ. പിന്നെ അരവിഡു ഡിനാസ്റ്റിയിലുള്ളവരാണ് തിരുമല വെങ്കിട്ട വൺ എന്നിവർ. The Vijayanagara was founded in 1336 CE by the brothers Harihara and Bukka. Krishnadevaraya was the most famous ruler of the powerful and wealthy kingdom of Vijayanagara. CE 1336 ഹരിഹര ബുക്ക എന്നീ രണ്ട് സഹോദരങ്ങളാണ്. അവരാണ് വിജയനഗര കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഈ കിങ്ഡത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു കൃഷ്ണദേവരായ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം വളരെ പവർഫുൾ ആയിരുന്നു. അതുപോലെ ഈ വിജയനഗര എന്ന് പറയുന്നത് വളരെ വെൽത്തി ആയിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു കേട്ടോ. Let's note the words of the European traveler Barbosa about him. യൂറോപ്യൻ ട്രാവലർ ആയിട്ടുള്ള ബാർബോസ കൃഷ്ണദേവരായയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. The king allowed such freedom that anyone, irrespective of being Christian, Jew, Moor or heathen, can come and go and live according to his creed without being annoyed in any way. Equality was ensured by the judicial system present there. ആ രാജാവിന്റെ സമത്വത്തിന്റെ ചിന്താഗതിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഏതൊരാൾക്കും, ക്രിസ്ത്യനോ ജൂതനോ മൂറോ ഹെയ്തനോ ആരായാലും ശരി, ഹെയ്തൻ എന്ന് വെച്ചാല് കിരാതൻ, ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു മതത്തിന്റെ വ്യത്യാസവും ഇല്ലാതെ ഏതൊരാൾക്കും വന്നു പോവാനും ഇവിടെ ജീവിക്കാനും അത്രയും സ്വാതന്ത്ര്യം ആ രാജാവ് കൊടുത്തിരുന്നു. അതുപോലെ അവരുടെ നീതിന്യായ വ്യവസ്ഥയിലും ഇക്വാലിറ്റി നിലനിന്നിരുന്നു. ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരിയഡ് ഓഫ് ഇംപീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ എംപയർ. Lots of construction works were carried out during his reign. Apart from constructing more facilities in the capital city of Hampi, he also built new fort palaces and temples. Another important reason for his fame was religious tolerance. All religions were treated equally by him. The people of different religions were allowed to follow their beliefs freely. Art, literature, and cultural spheres also witnessed remarkable progress under Krishnadevaraya. He had extraordinary erudition and authored the works Amukta Malyada and Jambavati Kalyanam. He promoted Telugu, Kannada, and Tamil literature. Scholars known as Ashtadigajas adorned the court of Krishnadevaraya. ഇപ്പൊ എന്തൊക്കെയാ മക്കളെ പറഞ്ഞിട്ടുള്ളത്? കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് ഈ രാജ്യത്തിന്റെ, അതായത് ആ ഒരു കിങ്ഡത്തിന്റെയും അതുപോലെ അതിന്റെ വികസനത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ഒരു കാലഘട്ടം ആയിരുന്നു. ധാരാളം ആർക്കിടെക്ചർ വർക്ക്സും, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. അതുപോലെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പിന്നെ ഈ ഹംപി വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിലീജിയസ് ടോളറൻസ് ആണ്, മതസഹിഷ്ണുത എന്ന് നമ്മൾ പറയും. അതായത് എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുക എന്നുള്ള ചിന്താഗതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സവിശേഷതയും മറ്റൊരു പ്രധാന കാരണമായിട്ട് മാറി. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും അതുപോലെ വിവിധ മതത്തിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ നിലനിർത്തി കൊണ്ടുപോയി ജീവിക്കാനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം അനുവദിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്ത് ആർട്ട്, ലിറ്ററേച്ചർ, അതുപോലെ സാംസ്കാരിക മേഖലകളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി തന്നെ കൈവരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെത് അസാമാന്യമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അമുക്തമാല്യത, അതുപോലെ ജാമ്പവതി കല്യാണം എന്നീ രണ്ട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ തെലുങ്ക്, കന്നഡ, തമിഴ് തുടങ്ങിയിട്ടുള്ള സാഹിത്യങ്ങളെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ സദസ്സിലുള്ള പണ്ഡിതന്മാര് അഷ്ടദിഗ്ഗജങ്ങൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും റിലീജിയസ് പോളിസീസ്, മതപരമായിട്ടുള്ള അവരുടെ രണ്ടുപേരും മതപരമായിട്ട് അസഹിഷ്ണുരായിരുന്നു, മതസഹിഷ്ണുത രണ്ടുപേരും വെച്ച് പുലർത്തിയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓൾ റിലീജിയൻസ് were treated equally by Akbar and Krishnadevaraya. The people of different religions were allowed to follow their beliefs freely. Both rulers have religious tolerance. During their period, people got equal justice and equal consideration, respect for diversity. ഇതൊക്കെയായിരുന്നു രണ്ടുപേരുടെയും റിലീജിയസ് ആയിട്ടുള്ള വ്യൂസിനുള്ള അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വിജയനഗര കിങ്ഡത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം, that means provinces, നാട്, that means districts, സ്ഥല, that means sub-districts, and grama, means village. There was cabinet to help the king. The king had the power to demote and punish ministers. There were courts at various levels for the administration of justice. The appellate authority was the king himself. Minor offences and labor disputes were dealt with by the village court themselves. വിജയനഗര കിങ്ഡത്തില് രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. അപ്പൊ ഇതിന്റെ ഭരണ സൗകര്യത്തിനായി അവര് രാജ്യത്തെ പല തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ, അങ്ങനെയായിരുന്നു ഇതിനെ തരംതിരിച്ചിരുന്നത് വരെ, അല്ലെങ്കിൽ വിഭജിച്ചിരുന്നത്. രാജാവിനെ സഹായിക്കാൻ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ അവരുടെ പൊസിഷന് ഉയർത്താനും താഴ്ത്താനും അതുപോലെ അവരെ ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. ഇനി നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ അവര് കോർട്ട് സ്ഥാപിച്ചിരുന്നു. ഈ കോർട്ടിലെ അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും അതുപോലെ തൊഴിൽപരമായുള്ള പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തു പോന്നിരുന്നു. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. The military commanders were known as Amaranayakas. The king allotted lands known as Amara to them. The administration of Amara was carried out by Amaranayakas. Amaranayakas had the right to collect taxes from those areas. The Amaranayakas paid a fixed amount to the king. They also maintained a certain number of foot soldiers, that means infantry soldiers, horses and elephants. This system was called the Amaranayaka system. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നവര് നായകാസും അമരനായകാസും ആയിരുന്നു. അപ്പോൾ സൈനിക മേധാവികളെയാണ്, ആർമി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ആർമി റിക്രൂട്ടർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അമരനായകാസ് എന്ന് വിളിച്ചിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി അമര എന്ന പേരിൽ കുറച്ച് ഭൂപ്രദേശങ്ങൾ പകുത്തു നൽകിയിരുന്നു. ഈ അമര എന്ന് പറയുന്ന ഈ ഭൂമിയുടെ, ഇവർക്ക് കിട്ടിയ ഭൂമിയുടെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകാസ് ആയിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകാസിന് തന്നെ ആയിരുന്നു. അമരനായകാസ് ഇവർക്ക് പിരിച്ചു കിട്ടുന്ന ടാക്സിൽ നിന്ന് ഒരു നിശ്ചിത തുക രാജാവിന് നൽകിയിരുന്നു. അതുപോലെ ഇവരുടെ കീഴിൽ കുറച്ച് ഫുഡ് സോൾജിയേഴ്സും അതുപോലെ ഹോഴ്സസും എലഫന്റ്സും ഒക്കെ നിലനിർത്തി പോന്നിരുന്നു. ഇത്തരത്തിലുള്ള നായകാസ്, അമരനായകാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു വ്യവസ്ഥയെയാണ് അമരനായക സിസ്റ്റം എന്ന് വിളിച്ചിരുന്നത്. താഴെ ഒരു ചോദ്യമുണ്ട്. കമ്പയർ ആൻഡ് ലിസ്റ്റ് ദ മൻസബ്ദാരി അമരനായക പ്രാക്ടീസസ്. മുഗൾ കിങ്ഡത്തിന്റെ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് മൻസബ്ദാരി ആയിരുന്നു. പിന്നെ ഇപ്പോഴുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ച വിജയനഗരത്തിൻ്റെത് അമരനായക പ്രാക്ടീസ് സിസ്റ്റം ആണ്. അപ്പൊ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുക. ആദ്യം നമുക്ക് മൻസബ്ദാരി സിസ്റ്റം നോക്കാം. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാൽവരി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. The rank of the mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdars were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. ഞാൻ മീനിങ് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സോ വേർഡ് ബൈ വേർഡ് മീനിങ് പറയുന്നില്ല കേട്ടോ. അടുത്തത് അമരനായക സിസ്റ്റം ആണ്. അതും നമ്മളിപ്പോ പറഞ്ഞു. ദ മിലിറ്ററി കമാൻഡേഴ്സ് were known as Amaranayakas. The kings allotted lands known as Amara to them. The administration of Amara was carried out by Amaranayakas. Amaranayakas had the right to collect taxes from these areas. The Amaranayakas paid a fixed amount to the king. They also maintained a certain number of foot soldiers,
horses and elephants. ഇനി നമുക്ക് വിജയനഗരത്തിന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് നോക്കാം. വിജയനഗര സൊസൈറ്റി consisted of various castes and religions. Brahmins were the dominant group in the society. They were entitled to the revenue from the land allotted to the temples. Brahmins used to lead the rituals and religious ceremonies in the temples. Other sections of the society were mainly engaged in agriculture, trade, and handicrafts. Kings employed women to prepare accounts of the royal palace and decorate gardens. Polygamy prevailed among the wealthy. Child marriage and the practice of sati were also prevalent in society. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വിജയനഗര സൊസൈറ്റി വ്യത്യസ്ത തരത്തിലുള്ള കാസ്റ്റും റിലീജിയൻസും ഒക്കെയുള്ള ആളുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ളവർ, അതായത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവർ ബ്രാഹ്മിൻസ് ആയിരുന്നു. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുടെ, ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് പതിച്ചു നൽകുന്ന ഭൂമിയുടെയൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബ്രാഹ്മിൻസിന് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതും ബ്രാഹ്മിൻസ് ആയിരുന്നു. അതേസമയം സമൂഹത്തിന്റെ ബാക്കി തട്ടിലുള്ളവർ, അതായത് ബാക്കി മതസ്ഥരൊക്കെ എന്തായിരുന്നു കൂടുതലും എൻഗേജ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ, കൃഷി, അതുപോലെ കച്ചവടം, വ്യാപാരം, ഹാൻഡിക്രാഫ്റ്റ്സ് തുടങ്ങിയിട്ടുള്ള കൈത്തൊഴിലുകളിലൊക്കെ ആയിരുന്നു അവർ എൻഗേജ് ചെയ്തിരുന്നത്. അതുപോലെ കൊട്ടാരത്തിലെ കണക്കുകളൊക്കെ, അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാനും പിന്നെ കൊട്ടാരം അലങ്കരിക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും ഒക്കെ രാജാക്കന്മാർ സ്ത്രീകളെ ആയിരുന്നു വെച്ചിരുന്നത്. അതുപോലെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പ്രത്യേകപ്പെട്ട എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പോളിഗമി, അതായത് ബഹുഭാര്യത്വം, പിന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, സതി തുടങ്ങിയവ. സതി എന്ന് വെച്ചാൽ അറിയാലോ, ഭർത്താവ് മരിച്ചാല് ആ ഭാര്യ വിധവയും ആ ഭർത്താവിന്റെ ചിതയില് ചാടി മരിക്കണം എന്നുള്ള ഒരു നിയമം. ഇതൊക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചില കാര്യങ്ങളായിരുന്നു. ഇനി നോക്കൂ, ഡൊമിംഗോ പയേസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഗോയിങ് ഫോർവേഡ്, യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. In the street live many merchants, and there you will find all sorts of rubies and diamonds and emeralds and pearls and clothes that you may wish to buy. Then a fair where they sell horses and oranges and grapes and woods. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ് കാണാം. ആ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് മെർച്ചൻസ് ജീവിച്ചിരുന്നു, കച്ചവടക്കാർ ജീവിച്ചിരുന്നു. അവര് എന്താണ് ഡയമണ്ട്സും റൂബീസും എമറാൾഡ്സും പേൾസും ക്ലോത്ത്സും മുത്തുകളും വസ്ത്രങ്ങളും തുണിത്തരങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കത് വാങ്ങാനായിട്ട് തോന്നും. പിന്നീടും മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും എന്തുണ്ടായിരിക്കും? നിങ്ങൾക്ക് കുതിരകളെയും ഓറഞ്ചുകളെയും മുന്തിരിയും മരത്തടികളും എല്ലാം വിൽക്കുന്ന ഒരു നിരവധി വ്യാപാരികളെ കാണാനായിട്ട് സാധിക്കും. യു ഹാവ് read the travelogue given above. Many travelers who visited that country recorded the grandeur and richness of Vijayanagara. The main occupation of the people was agriculture. Silk and cotton clothes were commonly used. Irrigation was provided in the arid areas around Vijayanagara. The Kamalapuram Lake, constructed in 15th century CE, Hiriya Canal and the dam across the Tungabhadra river strengthened the agricultural sector. The land was surveyed and taxed according to productivity. Apart from land tax, the main sources of revenue to the government were professional tax, building tax, license fees of various kinds of fines imposed by courts. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന സമൂഹത്തിലെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ട്രീറ്റില് കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഡൊമിംഗോ പയസ് പറഞ്ഞതിൽ നിന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അന്നത്തെ വിജയനഗരത്തിന്റെ പ്രൗഢി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. മരതക കല്ലുകളും ഡയമണ്ടുകളും എല്ലാതും വിൽക്കുന്ന കച്ചവടക്കാര് തെരുവിൽ സ്വാഭാവികമായിരുന്നു, സർവ്വസാധാരണമായിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ എത്രത്തോളം വെൽത്തി ആയിരുന്നു ആ രാജ്യം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് അന്ന് കൃഷിയായിരുന്നു. അതുകൂടാതെ സിൽക്ക്, പരുത്തി തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. ഇനി ഈ വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ അവരെന്ത് ചെയ്തു? ജലസേചന യോഗ്യമാക്കിയിട്ട് മാറ്റി. 15th സെഞ്ചുറിയിൽ അവിടെ നിർമ്മിച്ച കമലാപുരം കുളവും അതുപോലെ ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും അവരുടെ കാർഷിക മേഖലയെ എന്തായി വളരെയധികം പുഷ്ടിപ്പെടുത്തി. ഓരോരുത്തരുടെ ലാൻഡും അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ ഗുണനിലവാരം അനുസരിച്ചായിരുന്നു അവര് ടാക്സ് നിശ്ചയിച്ചിരുന്നത്. ഈ ലാൻഡിന്റെ ടാക്സിന് പുറമെ തന്നെ ഓരോ പ്രൊഫഷണൽ ടാക്സ്, അതായത് ഓരോ തൊഴിലുകൾക്ക് വേണ്ട ടാക്സ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാക്സ്, അതായത് വീട്ടുകാർക്കുള്ള ടാക്സുകൾ, പിന്നെ അതുപോലെ വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകളും ഒക്കെ അവർ നിശ്ചയിച്ചിരുന്നു. പിന്നെ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകളും അന്ന് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തായിരുന്നു? ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങളായിട്ട് മാറിയിരുന്നത് ഇത്തരത്തിലുള്ള ടാക്സുകളൊക്കെ ആയിരുന്നു.
Vijayanagara developed into a major trading center. Traders from different parts of India and the world flocked to the famous city of Vijayanagara. The rulers greatly encouraged foreign trades. The Portuguese and the Arabs had monopoly over foreign trade. Trade was also done with China and Sri Lanka. വിജയനഗരം വളരെ വലിയൊരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് വലിയൊരു വ്യാപാര കേന്ദ്രമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വ്യാപാരികളും അതുപോലെ പേരുകേട്ട വ്യാപാരികളൊക്കെ എന്താണ് ഈ വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. അതായത് ലോകത്ത് ആകമാനം വിജയനഗരം എന്താണ് വളരെയധികം ഫേമസ് ആയി, കാരണം അവരുടെ വെൽത്ത് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെയുള്ള ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനവും നൽകിയിരുന്നു. പോർച്ചുഗീസുകാർക്കും അറബികൾക്കും ഒക്കെ ആയിരുന്നു ഇവര് പ്രധാനമായിട്ടും എന്താണ് വിദേശ വ്യാപാരം നടത്തിയിരുന്നത്, ഫോറിൻ ട്രേഡ് നടത്തിയിരുന്നത്. ഇത് കൂടാതെ പോർച്ചുഗീസുകാരും അറബ്സും കൂടാതെ ചൈന, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള കൺട്രീസുമായിട്ടും ഇവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. The trade of horses brought from Arabia and Central Asia was mainly done by the Arabs. Horses were an important item of trade. Local traders involved in horse trading were known as Kudirachettis. Gradually, the Portuguese pushed out the Arabs and took control of this trade. Income from trade strengthened the nation's economy. Chinese pottery found in the city indicates trade relations with China. അറേബ്യ, സെൻട്രൽ ഏഷ്യ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്ന ഹോഴ്സസിന്റെ കച്ചവടമായിരുന്നു അന്ന് പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. ഇത് നടത്തിയിരുന്നത് ആരായിരുന്നു? അറബ്സ് ആയിരുന്നു, അറബികളായിരുന്നു. ഇവര് ഹോഴ്സിനെ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിട്ടായിരുന്നു വെച്ചിരുന്നത്. ഈ ഹോഴ്സസിന്റെ ട്രേഡിൽ ഏർപ്പെട്ടിരുന്ന പ്രദേശത്തുള്ള നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരെ കുതിരച്ചെട്ടികൾ കുതിരച്ചെട്ടീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ ഈ അറബ്സിനെ പിന്തള്ളിയിട്ട് പോർച്ചുഗീസുകാര് എന്ത് ചെയ്തു? ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഈ ട്രേഡിംഗിൽ നിന്നുള്ള വരുമാനം ഈ കിങ്ഡത്തിന്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ എക്കണോമിക് പവറിനെ വളരെയധികം ശക്തിപ്പെടുത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഈ നഗരത്തിൽ നിന്നും ചൈനീസ് മൺപാത്രങ്ങളുടെ, ചൈനീസ് പോട്രീസിന്റെ അവക്ഷിപ്തങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ചൈനയുമായിട്ട് ഇവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യവും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര. ഇവിടെ നമുക്ക് ഹസാരാറാം ടെമ്പിൾ, ഹംപിയിലുള്ള ഹസാരാറാം ടെമ്പിളിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വിതല സ്വാമി ടെമ്പിൾ, ഹംപി. ഇതും ഹംപിയിലുള്ളതാണ് കേട്ടോ, രണ്ടെണ്ണം. During the Vijayanagara period, the cultural life also made great progress. Many schools were established for the study of Vedas and Shastras. The Vijayanagara period witnessed unprecedented growth in the fields of art, architecture, sculpture, literature, and music. Kings like Krishnadevaraya were patrons of art and literature. The Dravidian style of sculpture was dominant during this period. Another important feature of Vijayanagara style of sculpture was the gigantic temple gates known as Gopurams. വിജയനഗര പീരീഡിൽ വളരെയധികം കൾച്ചറലായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെയധികം പ്രോഗ്രസ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്കൂളുകളൊക്കെ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്, വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ വിജയനഗര പീരീഡിൽ ഒരുപാട് ആർട്സ്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, മൺപാത്ര നിർമ്മാണങ്ങളൊക്കെ ഉണ്ടല്ലോ, ലിറ്ററേച്ചർ, മ്യൂസിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗണ്യമായിട്ടുള്ള പുരോഗതി തന്നെ വന്നിട്ടുണ്ട്. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാര് അവരൊക്കെ ആർട്ടിന്റെയും ലിറ്ററേച്ചറിന്റെയും ഒക്കെ സംരക്ഷകരായിട്ട് വർത്തിച്ചു. അതായത് അവർക്കൊക്കെ കല, സാഹിത്യം എന്നുള്ളതൊക്കെ വളരെയധികം വേണ്ടപ്പെട്ട കാര്യമായിരുന്നു. പിന്നെ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ആയിരുന്നു അന്ന് അവര് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ സ്കൾപ്ചർ വളരെ ഓരോ ടെമ്പിൾസിന്റെ ഒക്കെ ഗേറ്റുകൾ ഉണ്ടല്ലോ, അമ്പലങ്ങളുടെ ഗേറ്റുകൾ, അവരുടെ അമ്പലങ്ങളുടെ ഗേറ്റുകളൊക്കെ വളരെയധികം ജൈജാന്റിക് ആയിട്ടുള്ളതായിരുന്നു, വളരെയധികം വലിയ ഗേറ്റുകളായിരുന്നു. ഇതിനെ ഗോപുരംസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. The field of literature also made tremendous progress during this period. Telugu literature was the most flourished one. Numerous Sanskrit works were also translated into many regional languages during this period. അപ്പൊ ഇങ്ങനെ സ്കൾപ്ചറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സാഹിത്യത്തിന്റെ കാര്യത്തിൽ തെലുങ്ക് ലിറ്ററേച്ചറിന് കാര്യമായിട്ട് പുരോഗതി വന്നത് ഈ കാലത്തായിരുന്നു. അതുപോലെ ഒരുപാട് സംസ്കൃത വർക്കുകൾ, സംസ്കൃതത്തിലുള്ള ഒരുപാട് വർക്കുകൾ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നോക്കാനുള്ളത്. നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നോക്കാം.
First question, create a digital album by collecting pictures related to the cultural contributions of the Vijayanagara period and present in the class. നിങ്ങൾക്ക് വിജയനഗര പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സാംസ്കാരികപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഡിജിറ്റൽ പിക്ചേഴ്സ് എടുത്തിട്ട് ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ അച്ചീവ്മെന്റ്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഡ്യൂറിംഗ് ദ പീരിയഡ്സ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ were exemplary. Compare their contributions based on the given clues and organize a seminar. Indicators, governance, culture, the justice. ചക്രവർത്തിയുടെയും അതുപോലെ കൃഷ്ണദേവരായയുടെയും കാലത്തുണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, അതായത് ഗവർണൻസിന്റെ കാര്യത്തില്, കൾച്ചർ, വെൽത്ത്, ജസ്റ്റിസ്, ഇതിന്റെ ഒക്കെ കാര്യത്തില് എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു, എന്തൊക്കെ പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു സെമിനാർ ആയിട്ട് തയ്യാറാക്കാനാണ്, ക്ലാസ്സിൽ സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിംഗ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ മുഗൾ ആൻഡ് വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മുഗൾ ഭരണത്തിന്റെയും വിജയനഗര ഭരണത്തിന്റെയും പ്രധാനമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് മുഗൾ അഡ്മിനിസ്ട്രേഷന്റെ മൊണാർക്കി, അതുപോലെ തന്നെയാണ് വിജയനഗര അഡ്മിനിസ്ട്രേഷന്റെയും മൊണാർക്കി ഉണ്ട്, അതിന്റെ അവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മൻസബ്ദാരി സമ്പ്രദായമായിരുന്നു, സിസ്റ്റമായിരുന്നു. വിജയനഗര അഡ്മിനിസ്ട്രേഷൻ അമരനായക സിസ്റ്റമാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷനിലും വിജയനഗര അഡ്മിനിസ്ട്രേഷനിലും റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഉറുദു ലാംഗ്വേജ് മുഗൾ അഡ്മിനിസ്ട്രേഷനിലാണ് ഉണ്ടായിട്ടുള്ളത്. വിജയനഗര അഡ്മിനിസ്ട്രേഷനിൽ ഡെവലപ്മെന്റ് ഓഫ് സംസ്കൃത് ലാംഗ്വേജ് ആണ്. അതുപോലെ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. പിന്നെ വിജയനഗര അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അവർക്ക് ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ദ്രാവിഡ സംസ്കാരത്തിലുള്ള ആർക്കിടെക്ചർ ആയിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. Fourth question, collect pictures and make a class presentation about the integration that took place in various fields during the Mughal rule. മുഗൾ ഭരണകാലത്ത് വ്യത്യസ്ത ഫീൽഡുകളിൽ ഇന്റഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് സമന്വയം, കൂടിച്ചേരലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഉദാഹരണങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ കളക്ട് ചെയ്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ പാഠഭാഗവും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ക്ലാസ്സിന്റെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ചാപ്റ്റേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.